ഈ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഡോക്ടർ ശശി തരൂർ CH മുഹമ്മദ് കോയയെക്കുറിച്ച് ഒരു ലേഖനം മാതൃഭൂമി ദിനപത്രത്തിൽ കൊടുക്കുകയുണ്ടായി. നമുക്ക് അങ്ങനെ അത്ര പെട്ടെന്നൊന്നും കേരള രാഷ്ട്രീയത്തിൽ നിന്ന് മായ്ച്ചു കളയാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് CH മുഹമ്മദ് കോയ. ആ ലേഖനം വായിച്ചപ്പോൾ അതിനൊന്നും കൂടി ആക്കവും ആഴവും കൂടുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം മറ്റാർക്കുമില്ലാത്ത തരത്തിലുള്ള ചില ഒരു മതേതര സ്വഭാവം തന്നെ ഉണ്ടായിരുന്നു CH മുഹമ്മദ് കോയയ്ക്ക്. തീർച്ചയായിട്ടും വിജയനാഥ് പറഞ്ഞത് വളരെ ശരിയാണ്. ഞാൻ എൻ്റെ ഓർമ്മകൾ പിന്നോട്ട് പാഞ്ഞു പോവുകയാണ്. ഏതാണ്ട് ഒരു 5 ദശാബ്ദം മുമ്പ് ഞാൻ പഠിച്ചൊരു ഗവൺമെൻറ് സ്കൂളിലാണ്, പൂഴിക്കാട് ഗവൺമെൻറ് സ്കൂൾ. 7ാം ക്ലാസ് വരെ ഉള്ളത്, 8ാം ക്ലാസ് തൊട്ട് വേറെ സ്കൂളിൽ ആണ് പോയത്. ആ സ്കൂള് അപ്ഗ്രേഡ് ചെയ്തു. ആദ്യം അവിടെ 5ാം ക്ലാസ് വരെ ഉള്ളായിരുന്നു. 5ാം ക്ലാസ്സിൽ നിന്ന് 7ാം ക്ലാസ്സിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അക്കാലത്ത് അത് വലിയൊരു സംഭവമാണ്. ഈ അപ്ഗ്രഡേഷൻ അവിടെ പ്രഖ്യാപിക്കാൻ വരുന്നത് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന CH മുഹമ്മദ് കോയ. ഞങ്ങൾ ഒരു വാക്കുവിളി പോലും ഉയരാത്ത ഒരു ഗ്രാമമാണ് ഞങ്ങളുടേത്. എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ തീരെ ഇല്ലാത്ത ഒരു ഗ്രാമം, ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മാത്രമുള്ള ഒരു ഗ്രാമം. ഇപ്പോൾ അതിൻ്റെ ഡെമോഗ്രഫിയൊക്കെ മാറിയിട്ടുണ്ട്. അത് അന്നത്തെ കാലത്ത് ഒരു വാങ്കുവിളി പോലും മുഴങ്ങാത്ത ആ ഒരു ഗ്രാമം. എന്തൊരാവേശമായിരുന്നു! ദൈവം തമ്പുരാൻ സാക്ഷാൽ വരുന്നു എന്ന് പറയുന്നത് പോലെയാണ് ഈ സ്കൂളിലെ കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ അധ്യാപകർക്കും മാത്രമല്ല ആ നാട് മുഴുവൻ പങ്കിടുന്ന ഒരു സന്തോഷ നിമിഷമായിരുന്നു. അതിൻ്റെ ഒരു ആവേശം, അതുപോലൊരു ആവേശം വേറെ ജീവിതത്തിലെ ഏതെങ്കിലും ആഘോഷങ്ങളിലോ അല്ലെങ്കിൽ സ്കൂളിൽ തന്നെ എന്നെ വിളിച്ചിട്ടുണ്ട്, സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പോഴും ഉണ്ടായിട്ടില്ല അന്നത്തെ ആവേശം. CH മുഹമ്മദ് കോയയെ നേരിട്ട് കാണാൻ സാധിക്കുന്നു. എന്തെന്നറിയില്ല. ഞങ്ങൾ വിശ്വസിക്കുന്ന പാർട്ടിയിൽപ്പെട്ട ആളല്ല, ഞങ്ങൾ വിശ്വസിക്കുന്ന മതത്തിൽപ്പെട്ട ആളല്ല. പക്ഷേ CH മുഹമ്മദ് കോയ എന്ന് പറയുന്ന പേര് വളരെ വിഖ്യാതമാണ്. അവിടുത്തെ അന്ന് പിന്നെ EMSൻ്റെ കാലത്ത് ആ പാർട്ടി NGO യൂണിയൻ്റെ തന്നെ സമരത്തിൽ EMS അവിടെയുള്ള അധ്യാപകരെയും തല്ലിച്ചതച്ചു എന്നാണ് പറയുന്നത്. സമര സെക്രട്ടറിയേറ്റിൻ്റെ മുമ്പിൽ സമരം നടത്താൻ പോയപ്പോൾ അടിച്ചു എന്നാണ് പറയുന്നത്. അതുകൊണ്ടൊന്നുമല്ല, ആ രാഷ്ട്രീയ വികാരങ്ങളാണ്. പക്ഷേ CH മുഹമ്മദ് കോയ എന്ന് പറയുന്ന വിഖ്യാതനായ മുഖ്യമന്ത്രിയല്ല വിദ്യാഭ്യാസ മന്ത്രി വരുന്നു എന്ന് മാത്രമല്ല അനുപദം അദ്ദേഹം നർമ്മം ചാലിച്ചാണ് സംസാരിക്കുക. ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം. പറഞ്ഞ തമാശകളൊന്നും ഓർമ്മയില്ലെങ്കിൽ എല്ലാവരെയും സദസ്സിനെ മുഴുവൻ കയ്യിലെടുത്തുകൊണ്ടും ചിരിപ്പിച്ചുകൊണ്ടും തനി മലബാർ ഭാഷയിൽ അദ്ദേഹത്തിൻ്റെ ആ അനർഘള സുന്ദരമായ മലയാളത്തിലുള്ള പ്രഭാഷണം വളരെ സുന്ദരനുമായിരുന്നു. അദ്ദേഹം വളരെ സുന്ദരനായിട്ടുള്ളൊരു വ്യക്തി കൂടിയായിരുന്നു. ചെറിയ കൈകളോട് ചെറിയ ചലനങ്ങൾ, വലിയ ചലനങ്ങളില്ലാതെ തൊപ്പിയൊക്കെ വെച്ചുള്ള ആ പ്രഭാഷണം അത് കേൾക്കാൻ വളരെ സുഖവും ഇമ്പവും ഉള്ളതായിരുന്നു. ഒരു പക്ഷേ EK നയനാരേക്കാൾ ഫലിതപ്രിയനായിരുന്നു. അനുപദം ഒരു നല്ല വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൂടിയായിരുന്നു. നല്ല വിദ്യാഭ്യാസ വകുപ്പിൽ അന്ന് ഇതുപോലുള്ള യാതൊരുവിധ വിവാദങ്ങളും ഇല്ലാതെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നീങ്ങിയിരുന്ന ഒരു സന്ദർഭം. നല്ലൊരു ഭരണകർത്താവായിരുന്നു. ഇപ്പം മരിച്ചു പോയത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ചില കോളേജ് പ്രൊഫസർമാർ പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. അവർ ചില പ്രപ്പോസലുകളൊക്കെ വയ്ക്കും. അത് പിന്നീട് CH ഇവരെ കാണുമ്പോൾ അങ്ങോട്ട് ചോദിക്കും, അതെന്തായി? അന്ന് നമ്മളെ അടുക്കൽ വന്ന് പറഞ്ഞ കാര്യമാണല്ലോ, എല്ലാം ഞാൻ ഒപ്പിട്ട് തന്നല്ലേ, എന്തായി എന്ന് ഓർത്തു ചോദിക്കും എന്ന് പല പ്രൊഫസർമാരും ആയിട്ട് എനിക്ക് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതെ, ഞങ്ങളുടെ സ്കൂളിൻ്റെ അപ്ഗ്രഡേഷൻ എന്ന് പറയുന്നത് ജനങ്ങളുടെ ചിരകാല അഭിലാഷം. ആ സ്കൂൾ മാത്രമേ ഉള്ളൂ. അന്ന് എയ്ഡഡ് ഇല്ല, അൺഎയ്ഡഡ് ഇല്ല, അങ്ങനെയുള്ള സമ്പ്രദായങ്ങളൊന്നുമില്ല. അപ്പോൾ അത് അപ്ഗ്രേഡ് കിട്ടിയപ്പോൾ നാടിൻ്റെ ഒന്നാകെയുള്ള സന്തോഷമാണ്. അത് അപ്ഗ്രേഡ് ചെയ്യുന്നത് CH മുഹമ്മദ് കോയ. അതിൻ്റെ സന്തോഷം കൂടിയുണ്ട്. അതിൻ്റെ സന്തോഷം കൂടി പങ്കുവെച്ചുകൊണ്ടാണ് നാട്ടുകാരും ഒന്നടങ്കം വലിയൊരു സ്വീകരണം കൊടുക്കാൻ തയ്യാറായത്. പക്ഷേ ഞങ്ങളെയെല്ലാം നിരാശയിലാഴ്ത്തിക്കൊണ്ട് CH മുഹമ്മദ് കോയയ്ക്ക് വയറുവേദന, അദ്ദേഹം വരുന്നില്ല. വയറുവേദന എന്തോ അസുഖം ആ സമയത്ത് വന്നു, വയറിനെന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെ അതിനെ തുടർന്ന് അദ്ദേഹം എന്തൊരു നിരാശയായിരുന്നു ഞങ്ങൾക്ക്, എന്തുമാത്രം നിരാശയാണ് വന്നത്. പിന്നെ കുറഞ്ഞ ഒരു സമയം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കാനുള്ള ഭാഗ്യം കൂടി ലീഗിനൊരു മുഖ്യമന്ത്രി എന്നുള്ള സ്വപ്നം പണ്ടേ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നു. അത് സാക്ഷാത്കരിക്കപ്പെട്ടത് 1979 ഒക്ടോബർ 12 CH മുഹമ്മദ് കോയ അധികാരം ഏറ്റെടുത്തു. 59 ദിവസം മാത്രം. 50 ദിവസം കേവലം 50 ദിവസം മാത്രം.
2 മാസം പോലും ഇല്ല. ആ ദിവസം അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ടിരുന്നു. PKV മന്ത്രിസഭ മാറിയതിന് ശേഷം PKV മന്ത്രിസഭ രാജിവെച്ചിട്ട് ഞാൻ കണ്ടു അദ്ദേഹം മുണ്ടുമുടുത്തുകൊണ്ട് പെട്ടിയും പിടിച്ചുകൊണ്ട് ബസ് കയറുന്നു. ബസ് കയറി പോയതിന് ശേഷമാണ് ഈ മന്ത്രിസഭ പെരുമ്പാവൂരിലേക്ക് പോവുക. അപ്പോൾ ഞങ്ങൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് ബസ് ജീവനക്കാരോടും ഞങ്ങളോടും എല്ലാം യാത്ര പറഞ്ഞ് മുണ്ട് മടക്കി കെട്ടി തന്നെ ബസ്സിലേക്ക് അദ്ദേഹം ഒരു വലതു കയ്യിലൊരു ബ്രേക്ക് കേസ് ഉണ്ട്, അതുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കയറി പോവുക. ഔദ്യോഗിക കാറൊക്കെ കൊടുക്കാൻ തയ്യാറായിട്ട് അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അതൊന്നും വേണ്ട, ബസ്സിന് പൊയ്ക്കോളാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോവുകയാണ്. ആ പോക്കും കണ്ട് അതിൻ്റെ പിറ്റേ ദിവസമാണ് CH മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയായിട്ട് സ്ഥാനമേൽക്കുന്നത്. അദ്ദേഹം അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ഈ ഗവൺമെൻറ് ഇപ്പോൾ ഒരു മന്ത്രിസഭ ഇല്ലാത്തത് കൊണ്ട് ജനങ്ങൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാനും തന്നെയല്ല ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് അധികാര വികേന്ദ്രീകരണം, ഗ്രാമങ്ങളിലേക്ക് കൂടുതലായിട്ട് അധികാരങ്ങൾ എത്തിക്കാനുള്ള പ്രക്രിയ തുടരാനും വേണ്ടിയാണ്. അപ്പോൾ PKVക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നു, ഗ്രാമങ്ങളുടെ ഗ്രാമ സ്വരാജ് എന്ന് പറയുന്നതിന് തുല്യമായിട്ടുള്ള പഞ്ചായത്ത് രാജ് എന്നുള്ളൊരു ഐഡിയ കേരളത്തിൽ അന്നേ പ്രബലമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഈ 50 ദിവസത്തിനുള്ളിൽ അദ്ദേഹം നടത്തിയ ഏറ്റവും വലിയൊരു പരിഷ്കാരമെന്ന് പറയുന്നത് ഇഷ്ടദാന ബിൽ. അതാണ് അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ്. ഇഷ്ടദാന ബിൽ പാസ്സാക്കി, നിയമസഭയിൽ പാസ്സാക്കി. ഈ ഇഷ്ടദാനം എന്ന് പറഞ്ഞാൽ എന്തൊന്നും നമ്മൾ വിചാരിക്കും, ഇവിടെ വലിയ പ്രധാനപ്പെട്ട ഒരു മുസ്ലിം ഇസ്ലാം സമുദായത്തിലെ പരിഷ്കാരം തന്നെയാണ്. ഇപ്പം നമുക്കറിയാം, ഹിന്ദുക്കളുടെ സ്വത്ത് വിഭജിക്കുമ്പോൾ ആണായാലും പെണ്ണായാലും എല്ലാവർക്കും തുല്യമായിട്ടാണ് വിഭജിക്കുക. പക്ഷേ ഇസ്ലാം സമുദായത്തിലതില്ല, സ്ത്രീകൾക്ക് സ്വത്തില്ല. അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് വീതം കിട്ടത്തില്ല, ഓഹരി കിട്ടത്തില്ല സ്ത്രീകൾക്ക്, മുസ്ലിം സ്ത്രീകൾ. അതിനെ മറികടക്കാൻ എന്ത് ചെയ്തു, ഒരു ഇഷ്ടദാനം അങ്ങ് എഴുതി വെച്ചാൽ മതി, എൻ്റെ മകൾക്ക് ഞാൻ ഇത്രയും കൊടുക്കുന്നു, അത് വാലിഡാണ്, ആ വസ്തു അവർക്ക് അവകാശപ്പെട്ടതാണ്. അങ്ങനൊരു ആൾട്ടർനേറ്റീവ് കണ്ടെത്തി ആ ആൾട്ടർനേറ്റീവ് നടപ്പാക്കിയ ശേഷമാണ് അദ്ദേഹം 50-ാം ദിവസം അദ്ദേഹം പിന്നെ അതുപോലെ സ്പീക്കറായിട്ടിരുന്നിട്ടുണ്ട്, ഡെപ്യൂട്ടി സ്പീക്കറായിട്ടിരുന്നുണ്ട്. വിജയനാഥ് അദ്ദേഹം ഒരുപാട് തമാശ പറഞ്ഞു, നമുക്കിപ്പോൾ ഒന്നും ഓർമ്മയില്ല, പക്ഷേ അത് നമ്മൾ പഠിക്കേണ്ട ഒന്നാണ്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിൻ്റെ ബദ്ധശത്രു ആയിരിക്കേണ്ട ആളാണല്ലോ KG മാരാർ, BJPയുടെ KG മാരാർ. ഈ KG മാരാർ ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇദ്ദേഹം CH മുഹമ്മദ് കോയയല്ല, CHM മുഹമ്മദ് കോയയാണ്. എന്താ കാര്യം, ക്രിസ്ത്യൻ, അതുപോലെ ഹിന്ദു, മുസ്ലിം, കാരണം അത്ര മതേതര സ്വഭാവമുള്ള മുഖ്യമന്ത്രിയാണ്. അതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ പറയട്ടെ, ശ്രീകൃഷ്ണ ജയന്തി പൊതു അവധി ദിനമായി പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയാണ്. ഇന്ന് പോലും ശ്രീകൃഷ്ണ ജയന്തി അവധിയായിട്ട് ഏതെങ്കിലും മുഖ്യമന്ത്രി പിണറായി പ്രഖ്യാപിക്കുമോ? BJP വരണം, BJP വന്നാൽ പോലും പ്രഖ്യാപിക്കും. സമസ്ത ഇതിന് പലതിനും പിടിമുറുക്കാൻ നിൽക്കുകയാണ്. ഓണാവധി കുറയ്ക്കണമെന്ന് പറയുന്ന സമസ്ത ഇനിയിപ്പം CH തുടങ്ങി വെച്ച ഈ ശ്രീകൃഷ്ണ ജയന്തി ചിലപ്പോൾ കയറി പിടിച്ചു കളയും. അതെ അതെ, അല്ല നോക്കൂ, പിന്നെയാണ് ഈ ബാലഗോകുലം പോലും ഉണ്ടായത്. അന്നൊന്നും ബാലഗോകുലം ഒന്നുമില്ല. ശ്രീകൃഷ്ണ ജയന്തി എന്ന് പറഞ്ഞാൽ അപ്രസക്തമായിരുന്നു അന്നത്തെ കാലത്ത്. അവിടെ ആ അവധി കൊടുത്ത ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. അത്ര മതേതര സ്വഭാവമുള്ള ഒരു ഹിന്ദുവിനേക്കാൾ വലിയൊരു ഹിന്ദുവായിരുന്നു, ക്രിസ്ത്യാനിയേക്കാൾ വലിയ ക്രിസ്ത്യാനി, മുസ്ലിമിനേക്കാൾ വലിയൊരു മുസ്ലിമുമായിട്ട് ജീവിച്ച, അവരുടെ വിദ്യാഭ്യാസം വേണം, വിദ്യാഭ്യാസത്തിൻ്റെ ഉത്കർഷം വേണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു വ്യക്തി. കാലിക്കറ്റ് സർവകലാശാല തുടങ്ങിയതും അതിന്റെ കാലത്താണ്. ഒരുപാട് സ്ഥാപനങ്ങൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചിട്ടുണ്ട്. അത് മുഖ്യമന്ത്രിയായിട്ടിരുന്നിട്ടല്ല, വിദ്യാഭ്യാസ മന്ത്രിയായിട്ടിരുന്നിട്ട് ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. ഇന്നിപ്പോൾ ഈ മലപ്പുറം എന്നൊക്കെ പറയുന്നത്, ആ മലബാർ ഇതൊക്കെ വിദ്യാഭ്യാസ രംഗത്ത് ഇത്രയും ഉത്കർഷത്തിലേക്ക് എത്താൻ MES മാത്രമല്ല, ഇദ്ദേഹം ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് പിന്നീട് വന്ന വിദ്യാഭ്യാസ മന്ത്രിമാരെല്ലാം മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരായിരുന്നു ഏറെക്കാലം. പിന്നെ ME ബേബി എന്നാണെന്ന് തോന്നുന്നു അല്ലേ, അതിൻ്റെ ഒരു കുത്തക മാറ്റി കാലത്ത് അബ്ദുൾ റബ്ബാൻ അത് കുളമാക്കുകയും ചെയ്തു. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് സംശയം, ഇതിനകത്ത് ഇപ്പം തരൂർ എഴുതിയിരിക്കുന്ന ആണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്, മാതൃഭൂമി ദിനപത്രം പഠിച്ചെഴുതിയിരിക്കുക. അപ്പം ഈ തരൂരിന് ലീഗിനോടൊരു പൊതുവെ ഒരു താല്പര്യമുണ്ട്, ലീഗിന് തരൂരിനോടും ഒരു താല്പര്യം ഉള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് ചിലപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ഒരു മാറ്റത്തിൻ്റെ ഒരു തുടക്കം ഉണ്ടാകുമോ ഒരു സംശയമല്ല. ഇദ്ദേഹം എനിക്ക് തോന്നുന്നത് പ്രത്യയശാസ്ത്രങ്ങൾക്ക് അതീതമായിട്ട് എഴുതി കാണുന്നു. ഇതുപോലെ തന്നെയായിരുന്നു മുഹമ്മദ് കോയ. പ്രത്യയശാസ്ത്രപരമായ ഭിന്നതകൾക്ക് അതീതമായി അദ്ദേഹം എല്ലാത്തിനെയും, കമ്മ്യൂണിസ്റ്റുകാരുടെ ഭൂപരിഷ്കരണ നിയമം ഉണ്ടല്ലോ, പ്രത്യയശാസ്ത്രപരമായി മുസ്ലിം ലീഗ് അതിനെതിരാണ്. ദൈവദത്തമാണ് ഈ ഭൂമി എന്ന് വിശ്വസിക്കുന്നവരാണ്. ആ പരിഷ്കരണത്തെ പിന്തുണച്ചു മുഹമ്മദ് കോയ. അത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ വിജയനാഥ് പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് മലബാറിലെ ആദ്യത്തെ സർവകലാശാല, കാലിക്കറ്റ് സർവകലാശാല, അതുപോലെ തന്നെ കൊച്ചി
ആ അതെ, കുസാറ്റ് കുസാറ്റിന്റെ ആദ്യ VC ജോസഫ് മുണ്ടശ്ശേരിയാണ്. അല്ല, മുസ്ലിം സമുദായ മുണ്ടശ്ശേരിയെ കുസാറ്റിന്റെ ആദ്യ VC ആയിട്ട് CH കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ CH അതിനകത്ത് ഉന്നത നിലവാരമുള്ളവരെയാണ് നോക്കിയത്. അതെ അതെ, അത് നമ്മൾ ആലോചിക്കണം. ഇപ്പോൾ ഒരു മുസ്ലിം ലീഗ് മന്ത്രിയാണെങ്കിൽ ചെയ്യുന്നത് നേരെ അവിടെ നിന്ന് ഏതെങ്കിലും ഒരു മുസ്ലിമിനെ പിടിച്ചിട്ട് അതിൻ്റെ VC ആക്കി അങ്ങ് മാറ്റുക, അതാണ് ചെയ്യുന്നത്. അതാണ് മുസ്ലിം ലീഗും മുഹമ്മദ് കോവിയും തമ്മിലുള്ള വ്യത്യാസം. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മകൻ ഡോക്ടർ MK മുനീർ ഈ പാത പിന്തുടരുന്ന ആളാണ്. ആര്യാടൻ മുഹമ്മദിനെ പോലെ തന്നെ മതേതരനായ ഒരു വ്യക്തിയാണ്, ഡോക്ടറാണ്, പ്രൊഫഷണലുമാണ്. പക്ഷേ അത്ര നമ്മൾ സാധാരണ കാണുന്ന പോലെ അച്ഛൻ്റെ അത്രയിൽ ഉയരത്തിലെത്താൻ ഒരു മകനും കഴിയില്ല. ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ, അദ്ദേഹം മുസ്ലിം ലീഗ് അല്ല, ആര്യാടൻ മുഹമ്മദ് ഇതുപോലെ തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരാളാണ്. അതെ, മകൻ MLA ആയിട്ടുണ്ട് ഇപ്പോൾ, ശരി തന്നെ. പക്ഷേ എവിടെ നിൽക്കുന്നു? ആ ഒരു വ്യത്യാസം അപ്പോഴും ഉണ്ട്. എന്തായാലും മുഹമ്മദ് കോയെ അനുസ്മരിക്കാൻ വിജയനാഥ് എടുത്ത ഈ ഇനീഷ്യേറ്റീവ് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും അത് തരൂർ അങ്ങനെ ഒരു ലേഖനം എഴുതിയതിനും സമ്മതിക്കണം. ഇക്കാര്യത്തിൽ തരൂർ തൊടുന്നതെല്ലാം വലിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഓർമ്മകൾ ഉണ്ടായിരിക്കണം. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.